നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി, 3 പച്ചമുളക്, തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക്, ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 3 സവോള, ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി, പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ്. ഇന്ന് നമ്മൾ കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ? എങ്ങനെ എളുപ്പത്തിൽ വീഡിയോ തയ്യാറാക്കാൻ നോക്കിയാലോ? അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു ബോൾ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 25 ഗ്രാം കോവയ്ക്ക നൈസായിട്ട് അരിഞ്ഞത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, ജസ്റ്റ് കളറിന്, എരിവിന് കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കളറിന് കാശ്മീരി ചില്ലിപ്പൊടി ഉണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് റൈസ് പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. കോവയ്ക്ക നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്ക ഫ്രൈ നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ഉള്ളിലേക്ക് കൊടുക്കാം. സവോള ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ഉണക്കമുളക് കൂടി ഇട്ട് ഫ്രൈ ചെയ്ത് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൽ ഒന്നിച്ച് നമ്മൾ മാറ്റുകയാണ്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് പൊടിക്ക് നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഇതിലേക്ക് മാറ്റാം. പഞ്ചസാര അലിയിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ലൈമിൻ്റെ പീസ് കൂടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗുലാബ് ജാമുൻ പൗഡർ എടുത്തിട്ടുണ്ട്. പൗഡർ ചേർത്ത് കൊടുക്കാം. പാലൊഴിക്കാം. ഷുഗർ സിറപ്പ് അരിച്ചെടുക്കാം. നമുക്ക് ഇത് ചെറിയ ബോളുകളാക്കാം.